കഴിഞ്ഞ ദിവസം നമ്മളുടെ ട്രാൻസ്ജെൻഡറുകളുടെ ബില്ല് ഗവൺമെൻറ് പാസ്സാക്കിയിരുന്നു, കേന്ദ്ര ഗവൺമെൻറ് പാസ്സാക്കിയിരുന്നു. ആ പാസ്സാക്കിയതിനെതിരെ നമ്മളെ പ്രതിപക്ഷം തന്നെ സ്വർഗാനുരാഗികളെ ഒഴിവാക്കി എന്ന് പ്രതിപക്ഷം. നാണമില്ല, നാറിയില്ല, നിങ്ങൾക്ക് ചുമ്മാ ആവശ്യമില്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലോടില്ല. ഇത് ഈ ബില്ലൊക്കെ അത്യാവശ്യമാണ്. നിങ്ങൾ മെട്രോ സിറ്റികളിൽ നിങ്ങൾ പോയി നോക്കിയാലേ നിങ്ങൾക്കറിയാം എന്തുമാത്രം ബുദ്ധിമുട്ടെന്നുള്ള മറ്റുള്ളവർക്ക് ഉണ്ടാക്കുന്നുണ്ട്. അല്ലാതെ ഇവിടെ കിടന്ന് പാളയം മാർക്കറ്റിൻ്റെ ഇവിടെ തിരുവനന്തപുരം കൊച്ചിയും കുണച്ചുകൊണ്ട് നടക്കും പോലെയല്ല സംസ്ഥാനങ്ങളിലോട്ട് പോയി നോക്കിയേ. രാത്രി എന്ന് കഴിഞ്ഞാൽ അവന്മാർ പിടുക്ക് വരെ പറിച്ചുകൊണ്ട് പോകും. അത്ര ഇത് ജെന്യൂൻ കേസുകളോട്ടില്ലെന്നല്ല, അവർക്ക് അവരുടെ അവകാശങ്ങൾ കൊടുക്കണം, അവരുടെ അവകാശങ്ങൾ നമ്മൾ സംരക്ഷിക്കണം. അവർക്ക് വേണ്ട എല്ലാ വിദ്യാഭ്യാസമായാലും അവരൊക്കെ ഈ ഹോർമോണിൻ്റെ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന കുറച്ച് കാര്യങ്ങളാണ് അത്. അപ്പോൾ അവരെ അങ്ങനെയുള്ള മാനസികമായിട്ട് കൊണ്ടവരെന്ന് നമ്മൾ സമൂഹത്തിൽ തള്ളിക്കളയാൻ പാടില്ല. അവിടെ നമ്മൾ അപ്സെറ്റ് ചെയ്യുക തന്നെ വേണം. എങ്കിൽ ഇതിൽ ഇനി എഴുതിയിട്ടുണ്ട്: ലൈംഗിക സവിശേഷതകൾ, ബാഹ്യജനനേന്ദ്രിയം, ക്രോമസോം പാറ്റേൺ, പ്രത്യുൽപാദന ഗ്രന്ഥികളുടെ വളർച്ച, ഹോർമോൺ ഉൽപ്പാദനം തുടങ്ങിയവയിൽ ജന്മനാ വ്യതിയാനമുള്ള വ്യക്തികളും. അതൊക്കെയാണ് കറക്റ്റ്. ഇങ്ങനെയുള്ള വ്യക്തികളെയൊക്കെ നമ്മൾ അംഗീകരിക്കണം, ഇല്ല എന്ന് പറയണില്ല. അല്ലാതെ വച്ചും കെട്ടി പക്ക ഫ്രാഡത്തിനും കാണിച്ച് കഴിഞ്ഞ ദിവസം ഞാൻ തിരുവനന്തപുരം ഓവർബ്രിഡ്ജിൻ്റെ പക്ക ഫ്രാഡ് വെള്ളം അടിച്ചുകൊണ്ട് കുറേ ചുണ്ടി ചായവും വരുത്തേച്ച് മാദ്യപിച്ച് ഭയങ്കരമായ വെള്ളം ഉണ്ടാക്കുന്നു. ഇതിനെയൊക്കെ ഈ നാറിയില്ല അവന്മാർ. ഇവനൊക്കെ പിടിച്ചുകൊണ്ട് രാത്രി ബാംഗ്ലൂർ, ആന്ധ്രാപ്രദേശ്, ഹരിയാന പോലുള്ള മെയിൻ സിറ്റികളിൽ രാത്രി പിടിച്ചുകൊണ്ട് കൊടുക്കുന്നത് ആ പക്ക ഫ്രാഡുകളാണ്. പിടിച്ചുപറി, കൊലപാതകം, ഇവന്മാരെ പരിപാടി എന്ന് പറഞ്ഞാൽ ഭയങ്കര മയക്കുമരുന്ന് ഉപയോഗം, ഇതിൻ്റെ കച്ചവടം. ജെന്യൂൻ ആയിട്ടുള്ള മറ്റേ രഞ്ജു എന്നൊക്കെ പറഞ്ഞ ആർട്ടിസ്റ്റ്, അവർക്ക് ജെന്യൂൻ കേസുകളാണ്. അങ്ങനെ കുറച്ച് നല്ല ജെന്യൂൻ കേസുകൾ ഇഷ്ടംപോലെ ഉണ്ട്. അവരും ഒരുപാട് മാനസിക പ്രയാസങ്ങളും ശാരീരിക ഉപദ്രവങ്ങളൊക്കെ കടന്ന് അവർ ഇപ്പോൾ നല്ലൊരു നിലയിലെത്തിയ ഒരു സ്ത്രീകളാണ്. കുറച്ച് പേര് സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്. ഈ സോഷ്യൽ മീഡിയയിലേക്ക് ഇവരെ തുറന്ന് ജീവിക്കുന്ന വേറെയും കുറേ എണ്ണമുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളവരൊക്കെ പ്രശ്നമുള്ളൂ. ജെന്യൂൻ ആയിട്ടുള്ള ഒരാൾക്ക് ഒരു പ്രശ്നവും ഇതിൽ ഉണ്ടാവില്ല. അതിൽ തന്നെ പിന്നെയും പറഞ്ഞിട്ടുണ്ട്: ശസ്ത്രക്രിയ, ഹോർമോൺ നടപടിക്രമം തുടങ്ങിയവയ്ക്ക് വിധേയരായ ട്രാൻസ്ജെൻഡറുകൾ സ്വീകരിക്കേണ്ടവരും പുതിയ ബിൽ അനുസരിച്ച് ട്രാൻസ്ജെൻഡർ നിർവചനത്തിൻ്റെ പരിധിയിൽ വരും. ലിംഗം മാറ്റി വെച്ചു അവർക്കൊക്കെ. അപ്പം അത്രയും ഹോർമോണിൻ്റെ ഒരു ഉള്ളതുകൊണ്ടാണല്ലോ അവർ ആ ലിംഗം മാറ്റി വയ്ക്കുക, ശസ്ത്രക്രിയയ്ക്ക് വിധേയരായത്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. കാര്യം എന്ന് വെച്ചാൽ ഈ ജാസി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ഇതിൽ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. അവരെയൊക്കെ നമ്മൾ അംഗീകരിക്കുക തന്നെ വേണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഒരു ശരീരത്തിൻ്റെ ഒരു ഭാഗം വെട്ടി മാറ്റി അത്രയും മാനസികമായിട്ട് അവർ അതായിരിക്കും. ഇതൊന്നും ശരിയുള്ള കാര്യമില്ല. എങ്കിലും നമ്മൾ ചില കാര്യങ്ങൾ അംഗീകരിച്ചു. പക്ഷേ അവർ മാനസികമായിട്ട് അവർക്കിനി മറ്റൊരു ഇതിൽ നിൽക്കാൻ കഴിയില്ലായിരിക്കും, അങ്ങനെയായിരിക്കും. പക്ഷേ വ്യക്തിപര താല്പര്യങ്ങൾക്കോ സ്വയം പ്രഖ്യാപിത ജെൻഡർ സ്വത്വമോ ഇതിനായി അംഗീകാരമില്ലാത്ത ട്രാൻസ്ജെൻഡറുകൾ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള 2019 നിയമ ഭേദഗതിക്കുള്ള ബില്ലാണ് ലോക്സഭ പാസ്സാക്കിയത്. ട്രാൻസ്ജെൻഡർ ആയതോ അല്ലാത്തതോ ആയ കുട്ടികളെ, ഈ അല്ലാത്ത കുട്ടികളെ അത്തരത്തിൽ വസ്ത്രം ധരിപ്പിക്കുക, പെരുമാറുന്നതിനും ഞാൻ പറഞ്ഞത് ഭിക്ഷാടത്തിന് ഇവർ കുട്ടികളെയൊക്കെ ഉപയോഗിച്ചുള്ളേ. ചുണ്ടിൽ ചായങ്ങൾ തേച്ച് അത് ഇതൊക്കെ ചെയ്ത് പക്ക ഫ്രാഡുകളാണ് നോർത്ത് ഇന്ത്യയിൽ. നിങ്ങൾക്ക് ഈ കാണുന്ന ഈ അടുക്കള നിരങ്ങിയൊക്കെ പാവാടക്കാരന്മാരൊക്കെ ഒന്നും അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണ്. അവന്മാരാണ് ഈ ന്യായങ്ങൾ കിടന്നടിക്കുന്നത്. പക്ക ഫ്രാഡുകളാണ്. അതുകൊണ്ട് ഈ ബില്ല് പക്കയാണ്. കാര്യമെന്ന് വെച്ചാൽ യഥാർത്ഥ ഇതിലുള്ളവരൊന്നും പേടിക്കേണ്ട കാര്യമേ ഇല്ല. ഈ ഫ്രാഡുകൾ മാത്രം പേടിച്ചാൽ മതി. അപ്പോൾ ഈ ബില്ലിന് ഒരു ഗവൺമെൻറ്റിൻ്റെ ഒരു ബിഗ് സല്യൂട്ട്.